ഇത് കണ്ടോ ഗായ്സ്, ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നുമാണ് ഈ ഒരു പേപ്പറിലേക്ക് ഞാൻ തീ കത്തിച്ചെടുത്തത് വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ചെടുക്കുവാണേ. പിന്നീട് ലിക്വിഡ് പോലെ ഇരിക്കുന്ന ഈ ഒരു സാനിറ്റൈസർ ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് താണ്ട തീപ്പെട്ടി വരച്ചിട്ട് അങ്ങ് വെച്ച് കൊടുത്ത്. ഇത് കണ്ടില്ലേ കത്തുന്നത്. ഇനിയാണ് മാജിക്ക്. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളത്തിൽ നിന്നുമാണ് ഞാൻ ഈ ഒരു പേപ്പറിലേക്ക് തീ കത്തിച്ചെടുക്കുന്നത്. വെട്ടമുള്ളിടത്തു നിന്ന് നോക്കിയ ഗ്ലാസ്സിൽ തീ കത്തുന്നത് ആർക്കും മനസ്സിലാവത്തില്ല. പിന്നെ ഇഷ്ടപ്പെട്ടവന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നമ്മുടെ ഐറ്റമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുട്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ്സിനകത്തേക്ക് ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിനകത്തേക്ക് മുട്ട വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് താഴോട്ട് താന്നു പോയി. ഇനി രണ്ടാമത്തെ ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്തേക്ക് കുറച്ച് ഉപ്പ് അധികം എടുത്തിട്ട് അങ്ങ് കലക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ മുട്ട അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗ്ലാസ്സിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കണ്ടില്ലേ വെള്ളത്തിൻ്റെ മുകളിലേക്ക് അങ്ങനെ പൊങ്ങി കിടക്കുന്നത്. ഇനി കൈ കൊണ്ട് എത്ര താഴ്ത്താൻ നോക്കിയാലും ആ മുട്ട താഴേക്ക് താന്നു പോകുന്നില്ല. അടുത്തത് കണ്ടില്ലേ, ഈ ഒരു കളർ വെള്ളത്തിന് നടുക്കോട്ട് നമ്മുടെ വിരൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിലെ കളർ സൈഡിലോട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നത് കണ്ടോ. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ പാത്രത്തിനകത്തേക്ക് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പാലെടുത്തിട്ട് തണ്ട് അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തേ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫുഡ് കളറാണ് കേട്ടോ. എത്രയും ഫുഡ് കളർ ചേർക്കാവോ അത്രയും നല്ലതാണ്, കാണാൻ നല്ല രസമായിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഒരു മഞ്ഞ കളറും ഒരു ചുമന്ന കളറുമാണ്. അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുവാണേ. അങ്ങനെ ഉണ്ടായിരുന്ന 2 ഫുഡ് കളർ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് മാജിക്ക്. ഈ ഒരു പ്രില്ലിൻ്റെ ലിക്വിഡ്, പ്രില്ലിൻ്റെ എന്നല്ല ഏതെങ്കിലും ഒരു പാത്രം കഴുകാൻ എടുക്കുന്ന ലിക്വിഡ് ഇങ്ങനെ വിരളയിലോട്ട് തൊട്ടിട്ട് അത് നമ്മുടെ പാലിനകത്തേക്ക് ഫുഡ് കളർ ചേർത്തതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ കളറുകൾ സൈഡിലേക്ക് ഇങ്ങനെ ഓടി മാറുന്നത് കാണാൻ നല്ല രസമാണ്. പല കളറിലുള്ള ഫുഡ് കളർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ കാണാൻ. ഇനി അടുത്തതാണ് തീ കത്തിച്ചാലും പൊട്ടാത്ത ബലൂണ്. ആദ്യം ഒരു ബലൂൺ ഞാൻ നന്നായിട്ട് വീർപ്പിച്ചെടുത്തിട്ട് അതിപ്പോൾ തീയുടെ അടുത്തേക്ക് അങ്ങനെ വെച്ചു കൊടുക്കാൻ പോവുകയാണേ. അതെത്ര പെട്ടെന്നാണ് പൊട്ടിയതെന്ന് നോക്കിയേ. ഒന്ന് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി. അതുപോലെ തന്നെ വേറൊരു ബലൂണിനകത്തേക്ക് നിറച്ചും വെള്ളം പിടിച്ചിട്ട് കുറച്ചും കൂടെ അതങ്ങ് ഊതി വീർപ്പിച്ചു. എന്നിട്ട് താണ്ട മെഴുകുതിരിയുടെ മുകളിലേക്ക് അത് വെച്ച് കൊടുക്കുമ്പോൾ കണ്ടില്ലേ പൊട്ടുന്നില്ല. ഇതിനകത്തേക്ക് വരുന്ന ചൂട് ഈ ഒരു വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് റബ്ബറിന് നന്നായിട്ട് ചൂട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബലൂൺ പൊട്ടാതെ നിൽക്കുന്നത്. ഇനിയും അടുത്തതാണ് കയ്യിലെ വിരലുകൾ തമ്മിൽ ഇങ്ങനെ ഉരസുമ്പം വരുന്ന ഈ ഒരു പുക. ഇതിന് വേണ്ടിയിട്ട് ഒരു തീപ്പെട്ടിയുടെ നമ്മൾ തീ കത്തിക്കാൻ എടുക്കുന്ന 2 സൈഡിലെ പേപ്പർ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ആ 2 പേപ്പറിനെ ഞാൻ തീ കൊണ്ട് ഇവിടെ കത്തിച്ചിട്ടുണ്ട്. ആ കത്തിയ ചാരം നമ്മൾ മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ പ്ലേറ്റിനുള്ളിൽ ചെറിയൊരു ലിക്വിഡ് പറ്റിയിരിക്കുന്നതായിട്ട് കാണാം. ആ കിട്ടിയ ലിക്വിഡ് നമ്മൾ ആ വിരളയിലോട്ട് തേച്ചെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരസി കഴിയുമ്പം കയ്യിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നതായിട്ട് കാണും. ഇതിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പുക വരുന്നത് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.